മേയർ അമ്മയുടെ നാടകമൊക്കെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു റെയിൽവേ. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ജോയി എന്ന് പറയുന്ന 47 വയസ്സായ ശുചീകരണ തൊഴിലാളി ആമയിഴഞ്ചാൻ തോടിൽ ശുചീകരണത്തിനായി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ കാണാതാവുന്നത്, പിന്നീട് 48 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ സമയത്തെല്ലാം നഗരസഭയുടെ മേയറമ്മ റെയിൽവേയെ കുറ്റപ്പെടുത്താനും റെയിൽവേക്ക് മേൽ പഴി ചാരാനുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു ജീവനാണ് അതിനകത്ത് കിടക്കുന്നതെന്നും ആ മലിനജലത്തിൽ ആ ജീവൻ നഷ്ടപ്പെട്ടു എന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബോധപൂർവം നിലപാടുകളോടെ മുന്നോട്ട് പോകേണ്ട ഒരു മേയർ ആ സമയത്തെ കാണിച്ചു കൂട്ടിയതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും BJP ആരോപിക്കുന്നുണ്ട് മേയർക്ക് പക്വത കുറവുണ്ട് എന്ന്. പ്രായമല്ല പക്വത തീരുമാനിക്കേണ്ടതെന്ന് മേയറും തിരിച്ചടിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് മേയറുടെ പക്വത കുറവ് തന്നെയാണ്. തന്റെ മകൻ തിരിച്ചു വരും എന്ന് ആശ്വസിച്ച് അവനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ മുന്നിലേക്കാണ് റെയിൽവേയുടെ മുകളിലേക്ക് എല്ലാ പഴിയും ചാരിക്കൊണ്ട് റെയിൽവേയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആര്യ രാജേന്ദ്രൻ ഈ 48 മണിക്കൂറും ആമയിഴഞ്ചാൻ തോടിന് സമീപം നിന്നത് എന്നുള്ളതാണ്. എന്നാൽ ആദ്യമൊക്കെ ആര്യയുടെ ഷോ കണ്ട് മിണ്ടാതിരുന്ന റെയിൽവേ പിന്നീട് ആര്യ പത്രസമ്മേളനങ്ങളൊക്കെ നടത്തി മാധ്യമങ്ങളുടെ മുന്നിൽ ഇല്ലാ കഥകളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ പിന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേയും രംഗത്തെത്തി. റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷൻ റെയിൽവേ മാനേജർ MR വിജി പറഞ്ഞത്, മാലിന്യം നീക്കം ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ്. ടണലിന്റെ അകത്തെ മാലിന്യം നീക്കം ചെയ്യേണ്ടത് നഗരസഭയാണ്. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ല. ട്രെയിനിലെ മാലിന്യങ്ങൾ തോട്ടിലേക്കല്ല ഒഴുക്കുന്നതെന്നും അതിന് പ്രത്യേക സംവിധാനമുണ്ട് എന്നും 2015, 17, 19 ഈ കാലഘട്ടത്തിൽ നഗരസഭയാണ് ഇത് വൃത്തിയാക്കിയതെന്നും ഇത്തവണ കോർപ്പറേഷൻ അസൗകര്യം പറഞ്ഞപ്പോൾ നല്ല ഉദ്ദേശത്തോടെയാണ് അത് ഏറ്റെടുത്തത് എന്നുമാണ് വിജി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ 2015, 16, 17 കാലഘട്ടങ്ങളിലെല്ലാം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കിയത് നഗരസഭയാണ്. ആ നഗരസഭ എങ്ങനെയാണ് പെട്ടെന്ന് ജോയ് വീണപ്പോൾ ഞങ്ങൾ ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരുന്നു, അന്ത്യശാസനം നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ ആളാവാൻ നോക്കിയത്? സത്യത്തിൽ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയിലെ കുടിക്കുന്ന വെള്ളമാണെങ്കിലും പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം അത് മറ്റൊരു ഏജൻസി ഏൽപ്പിച്ച് അവിടെ നിന്ന് പൊടിച്ച് അത് റീയൂസ് ചെയ്യേണ്ട, പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യേണ്ട ഒരു കാര്യം റെയിൽവേ കൃത്യമായി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ റെയിൽവേയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തെറ്റ് മറച്ചു വെക്കാനായി ആര്യ രാജേന്ദ്രൻ കാണിച്ച നാടകം, അതാണ് റെയിൽവേ മാനേജർ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നഗരസഭയ്ക്ക് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ അസൗകര്യമുണ്ട് എന്ന് അറിയിച്ചപ്പോൾ അത് നല്ല ഉദ്ദേശത്തോടെ ഞങ്ങൾ അത് ചെയ്തോളാം എന്ന് ഏറ്റെടുത്ത റെയിൽവേക്ക് മേൽ സഹാക്കന്മാരെല്ലാം, അതായത് ശിവൻകുട്ടി, രാജേഷ്, രാജീവ്, അങ്ങനെ കൃഷ്ണൻകുട്ടി, അങ്ങനെ നിരവധി മന്ത്രിമാർ റെയിൽവേക്ക് മേൽ പഴി ചാരാൻ തുടങ്ങിയപ്പോഴാണ് റെയിൽവേ കൃത്യമായ നിലപാടുകളും കൃത്യമായ കണക്കുകൾ, രേഖകളൊക്കെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിവരിച്ചത്. ഇതോടെ മേയറമ്മയുടെ അടുത്ത നാടകം പൊളിഞ്ഞ് പാളിസായി എന്നതാണ് യാഥാർത്ഥ്യം.